നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ ഈ ആഴ്ചയും നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം മാർക്കറ്റ് 16,945 ലാസ്റ്റ് ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ മന്ത്ലി വ്യൂ, അതിനുശേഷം അതിനേക്കാളും ചെറിയ വ്യൂ ആയ വീക്ക്ലി വ്യൂവിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ ഇത് നമ്മുടെ നിഫ്റ്റിയുടെ മാർച്ച് മാസത്തെ മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ ഏകദേശം മാർച്ച് മാസം ക്ലോസിങ്ങിനോട് അടുക്കുന്നു. അപ്പം കുറച്ച് ദിവസം കൂടെ, കുറച്ച് ട്രേഡിംഗ് ഡേയ്സും കൂടെ ബാക്കിയുണ്ട്. അപ്പം നമുക്ക് ലോങ് വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ക്ലിയർ ആയിട്ട് ബീറിഷ് ക്യാൻഡിലാണ് നമുക്ക് മാർച്ച് മാസവും നമുക്ക് ക്ലോസിങ്ങിനോട് ചേർന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇപ്പം 4 മാസത്തെ കണ്ടിന്യൂവേഷൻ നമുക്ക് ഇങ്ങനെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ക്ലിയർ ആയിട്ട് ബീറിഷ്നെസ് ആണ് നമുക്ക് ലോങ് വ്യൂവിൽ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് അറിയേണ്ടത്, ഇതിനു മുമ്പൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്, ഈ ഒരു റീജിയൻ ഒരു നല്ല സപ്പോർട്ട് റീജിയനാണ്. അപ്പം ഈ ഒരു നല്ല സപ്പോർട്ട് റീജിയൻ ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ബിയറിഷ്നെസ് കണ്ടിന്യൂസ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഇനി ആ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നോക്കേണ്ടത്. നമുക്ക് മന്ത്ലി വ്യൂവിൽ ക്ലിയർ ആയിട്ട് ബിയറിഷ്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ വീക്ക്ലി വ്യൂവിലേക്ക് വന്നിട്ടുണ്ട്. വീക്ക്ലി വ്യൂവിൽ വന്നപ്പം ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് കഴിഞ്ഞ വീക്കിൽ കുറച്ച് ദിവസങ്ങൾ ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റം തന്നെങ്കിലും അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ 17,250 എന്ന റെസിസ്റ്റൻസിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു റിജക്ഷൻ എടുത്ത് താഴോട്ട് പോരുകയാണ് ചെയ്തത്. താഴോട്ട് പോരുന്ന സമയത്തും നമുക്ക് ലാസ്റ്റ് ദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസം വളരെ ശക്തമായിട്ടൊരു ബിയറിഷ്നെസ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ നമുക്കൊരു ബിയറിഷ്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം മുകളിലേക്കും താഴോട്ടും ഒരു വിക്കോട് കൂടി ഒരു കൺസോൾട്ടേഷൻ നമുക്ക് ആ ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ക്ലിയർ ആയിട്ട് ഈ ഒരു റീജിയൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, 16,800 എന്ന റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണെന്ന്. അപ്പം ആ ഒരു റീജിയനിൽ വീണ്ടും വന്ന് ടച്ച് ചെയ്ത് ഒന്നുകിൽ അവിടെ വീണ്ടും സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു പക്ഷേ അത് ബ്രേക്ക് ഡൗൺ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ഡൗൺ ആണ് തരുന്നതെങ്കിൽ, ഈ ഒരു റീജിയൻ ബ്രേക്ക് ഡൗൺ ആണ് തരുന്നതെങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 16,450 എന്ന റീജിയനാണ്. അപ്പോൾ നമുക്ക് അതിന് താഴെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ലെവൽ 16,450 എന്ന റീജിയനാണ്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ നല്ലൊരു സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അപ്പം ഒരുപക്ഷെ മാർക്കറ്റ് ബിയറിഷ് ആണ് ക്ലിയർ ആയിട്ട്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്കുള്ള മൂവ്മെൻറ്റം തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 16,800 ക്ലിയർ ആയിട്ടുള്ള ഒരു റീജിയനാണ് 16,800. അപ്പം വളരെ വ്യക്തമായിട്ട് നോട്ട് ചെയ്യേണ്ട റീജിയനാണ് 16,800. 16,800 റീജിയനിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അപ്സൈഡ് മൂവ്മെൻറ്റം തരാം. അപ്പോൾ വീണ്ടും അപ്സൈഡ് മൂവ്മെൻറ്റം വീണ്ടും നമ്മുടെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 17,250 എന്ന റേഞ്ച് തന്നെയാണ്. 17,250 എന്ന റീജിയൻ വീണ്ടും ഒരു ക്ലിയർ ആയിട്ടൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം 17,250 ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ പിന്നെ നമുക്ക് അതിന് മുകളിൽ നമുക്ക് നമ്മുടെ ചാനൽ കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു ചാനൽ, ഈ മുകളിലത്തെ ഈ ഒരു ചാനലിൻ്റെ അപ്സൈഡ് ആ ഒരു റീജിയനും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ ഒരു 2 റെസിസ്റ്റൻസ് ആണ് നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ക്ലിയർ ആയിട്ട് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 17,750, 800 റീജിയൻ, ഈ ഒരു റീജിയൻ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ ഒരു റീജിയൻ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീക്ക്ലിയിലൊക്കെ ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ, അതിന് മുകളിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലേക്ക് വന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് മന്ത്ലിയിലും വീക്ക്ലിയിലും ബീറിഷാണ്. അപ്പം ഒരുപക്ഷെ നമുക്ക് ഈ ഒരു റീജിയനിൽ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഈ ഒരു റീജിയനിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ടോ, കൺസോളിഡേഷന് ശേഷം അവിടെ നിന്നൊരു മുകളിലേക്കൊരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ താഴോട്ടൊരു ബ്രേക്ക് ഡൗണോ ഒക്കെ തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം 16,800 എന്ന റീജിയൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. 16,800 എന്ന റീജിയന് താഴെ ഒരു ഡെയിലിയിലാണെങ്കിലും ഒരു
ക്ലോസിങ് തരികയാണ്, ഒരു വലിയ ബോഡിയോടുകൂടി ഒരു ബീറിഷ് കാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം 16,450. അപ്പോൾ ഇതാണ് എൻ്റെ വീക്കിലി അനാലിസിസ്. മാർക്കറ്റ് ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ വീണ്ടും 16,800 വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഒരുപക്ഷെ അവിടെ സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ തരാം. അപ്പം മാർക്കറ്റിൽ എന്താണ് നമ്മുടെ ക്യാൻഡിലായിട്ട് എന്ത് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്, ഏത് റേഞ്ചാണ് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് തരുന്നത് എന്ന് നോക്കി നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളും നല്ല ട്രേഡിംഗ് എൻട്രീസും എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാ വീക്കിലും നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ചെയ്യുക. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള നമ്മൾ അനാലിസിസ് ചെയ്താണ്. ഇപ്പം ഇത് എൻ്റെ അനാലിസിസാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കറക്ഷനിൽ നിങ്ങൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. നിഫ്റ്റി 50 എന്ന മ്യൂച്വൽ ഫണ്ടിൽ, അല്ലെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന മ്യൂച്വൽ ഫണ്ടിൽ, ഇൻഡെക്സ് ഫണ്ടുകളിൽ നമുക്ക് കുറച്ച് എമൗണ്ടൊക്കെ എൻട്രി എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതിനൊപ്പം തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി സ്റ്റോക്സിൽ കുറേശ്ശെയായിട്ട് നമുക്ക് ബൈ ചെയ്ത് കയ്യിൽ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് നല്ല മെത്തേഡ്സ്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ ഒരു നല്ലൊരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു ഫീസിൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.